എറണാകുളം പൂക്കാട്ടുപടിയിൽ സ്വകാര്യ ബസും കോളേജ് ബസും കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റു എന്ന വാർത്ത അല്പസമയം മുൻപ് നൽകിയതാണ്. അതിൽ ഏറ്റവും പുതിയ വിശദാംശത്തിലേക്ക് ഇനി പോകുന്നു. കുടുങ്ങിക്കിടന്ന ബസ് ഡ്രൈവറെ അഗ്നിരക്ഷാസേനയും പോലീസും സ്ഥലത്തെത്തി രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ആൻമരിയ സണ്ണി വിവരങ്ങളുമായി. ആൻമരിയ, ഏറ്റവും ആശ്വാസകരമായ വിവരം അതുതന്നെയാണ്. ഡ്രൈവറെ അവിടെ നിന്ന് എടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. അനുജ, തീർച്ചയായിട്ടും അറക്കപ്പടി ജയഭാരത് കോളേജിന്റെ ബസ്സും അതോടൊപ്പം തന്നെ കോതമംഗലം ഭാഗത്തു നിന്ന് വരികയായിരുന്ന പ്രൈവറ്റ് ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. ഈ രണ്ട് ബസ്സുകളും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ അപകടത്തെ തുടർന്നാണ്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, അതിഭീകരമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. ഈ അപകടത്തെ തുടർന്നാണ് ഈ കോളേജ് ബസ്സിന്റെ ഡ്രൈവറുടെ രണ്ട് കാലുകളും അവിടെ കുടുങ്ങിപ്പോകുന്നത്. പിന്നെ ആദ്യമൊക്കെ ഓടിയെത്തിയ നാട്ടുകാരൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷെ പിന്നീട് അത് കാല് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കാതെ വന്നതോടുകൂടിയാണ് രക്ഷാസേനയും പോലീസും ഒക്കെ സ്ഥലത്തെത്തി. അത് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ അദ്ദേഹത്തെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാലുകൾക്ക് നല്ല രീതിയിൽ പരിക്കുകളുണ്ട്. മറ്റ് പരിക്കുകളൊന്നും ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. പക്ഷേ അല്പം ഗുരുതരമാണ് എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഈ കോളേജ് ബസ്സിലുണ്ടായിരുന്ന 5 വിദ്യാർത്ഥികൾക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ അത് പേടിക്കാൻ പാകത്തിനുള്ള വലിയ തരത്തിലുള്ള അപകടകരമായിട്ടുള്ള പരിക്കുകളല്ല എന്നും മനസ്സിലാക്കുന്നു. ആശുപത്രിയിലൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. സ്വകാര്യ ബസ്സിലുണ്ടായിരുന്ന ആളുകൾക്കൊന്നും ഭാഗ്യം കൊണ്ട് പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല. ഡ്രൈവർക്കാണെങ്കിൽ പോലും പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല. ഇത് അറക്കപ്പടി ഭാഗത്തേക്ക്, അതായത് പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോവുകയാണ് സ്കൂൾ ബസ്. കോതമംഗലത്ത് നിന്ന് ആലുവ ഭാഗത്തേക്ക്, എടപ്പള്ളി ഭാഗത്തേക്ക് വരികയാണ് ഈ പ്രൈവറ്റ് ബസ്. അനുജ, ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം നമുക്ക് ഈ ദൃശ്യങ്ങളിലായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും, ഈ ഭാഗത്തേക്ക് നമുക്ക് സ്ഥലം പരിമിതി വളരെ കുറവാണ്. കാരണം റോഡിന് വീതി വളരെ കുറവാണ്. 2 വാഹനങ്ങൾ അടുപ്പിച്ച് വരികയാണ് എങ്കിൽ ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് മാറി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പോലും ഉള്ള സ്ഥലപരിമിതി ഈ ഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ അപകടങ്ങൾ കൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യവും ഈ ഭാഗത്ത് വളരെ അധികമാണ് എന്ന് ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരൊക്കെ പറയുന്നുണ്ടായിരുന്നു. ചേട്ടാ, ഇവിടെയുള്ള ആളാണോ ഈ അപകടം നടക്കുന്ന സമയത്ത്? ഇവിടെ ഈ സാധാരണയായിട്ട് അപകടം ഇടയ്ക്കൊക്കെ ഉണ്ടാറുണ്ട്. ഒന്നാമത് റോഡ് ചെറുതാണ്, ഒരുപാട് സ്കൂൾ പിള്ളേരും വാഹനങ്ങളും ഒരുപാട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയായിട്ടും അധികൃതർ ഇത് നോക്കിയിട്ടില്ല ഒന്നും. എപ്പോഴും ഈ വളവിൽ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവലുണ്ട്. ഇപ്പോൾ മറ്റേ ഡ്രൈവറിൻ്റെ കാലിൻ്റെതൊക്കെ കാലിന് ഇവിടെ തുടങ്ങി ഒടിഞ്ഞിരിക്കുക, 2 കാലും ഒടിഞ്ഞു. പിള്ളേർക്ക് ചെറിയ ചെറിയ പരിക്കേറുണ്ട്. ഓരോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയേക്കാണ്. ഇത് തന്നെയാണ് ഇവിടെ ആളുകൾ, നമ്മൾ കുറച്ച് ആളുകളോടൊക്കെ, ഇവിടെ ഉണ്ടായിരുന്ന ആളുകളോടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. തുടരുക. ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വിവരം, കുടുങ്ങിക്കിടന്ന ബസ് ഡ്രൈവറെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരമുണ്ട്. സ്വകാര്യ ബസ്സിൽ ഉണ്ടായിരുന്ന ആർക്കും പരിക്കേറ്റിട്ടില്ല. എന്നാൽ കോളേജ് ബസ്സിലെ ഏതാനും വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ ആ പരുക്ക് ഗുരുതരമല്ല എന്ന വിവരമാണ്. ആൻമരിയ സണ്ണി ആ സംഭവ സ്ഥലത്തുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.